ഒരു റംസാൻ കാലം കൂടി വന്നെത്തുമ്പോൾ കാസർഗോഡിന്റെ പെരുമ ഉയർത്തുകയാണ് തളങ്കര തൊപ്പികൾ. പരുത്തിത്തുണികളിൽ തുന്നിയെടുക്കുന്ന തൊപ്പികൾക്ക് കടൽ കടന്നും ആവശ്യക്കാരേറെയാണ്. ഒരു കാലത്ത് കാസർഗോഡിന്റെ പരമ്പരാഗത കുടിൽ വ്യവസായമായിരുന്നു തൊപ്പി നിർമ്മാണം. തളങ്കരയിലെ 300ഓളം കുടുംബങ്ങളുടെ ഉപജീവന മാർഗവും. എന്നാൽ ഈ തൊഴിലിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ ഇന്ന് ഒരു കുടുംബം മാത്രം. തളങ്കര ബാങ്കോട്ടെ അബൂബക്കർ മുസ്ലിയാർ മാത്രമായിരുന്നു കഴിഞ്ഞ കാലം വരെ തൊപ്പി തുന്നിയിരുന്നത്. പ്രായം തളർത്തിയതോടെ മകൻ അബ്ദുൾ റഹീം ഉപ്പയുടെ പിൻഗാമിയായി. അത് വെച്ചാൽ ഞാനിപ്പോൾ നമ്മൾ തളങ്കരയുടെ പേര് തന്നെ അറിയപ്പെട്ടിരുന്നത് തളങ്കര തൊപ്പി എന്നുള്ളൊരു പ്രസക്തിയിലാണ്. നല്ലൊരു ലോകത്തെല്ലാ സ്ഥലത്തും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ അതെല്ലാവരും നിലനിർത്താൻ നമുക്ക് മുമ്പോട്ട് തളങ്കരൻ്റെ പേര് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിന് മുന്നിട്ട് ഇറങ്ങിയത്. എൻ്റെ പാപ്പയാണ് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. തടിയൻ തൊപ്പി, മെർച്യൂമെൻ തൊപ്പി, മീഡിയം തൊപ്പി തുടങ്ങി വിവിധ ഇനം തൊപ്പികളാണ് ഇവിടെ നിന്നും വിപണിയിലെത്തുന്നത്. വർണ്ണനൂലുകൾ കൊണ്ട് പ്രത്യേക തരത്തിൽ തയ്ച്ചെടുത്ത തൊപ്പികൾക്ക് വിദേശങ്ങളിലടക്കം ഏറെ പ്രിയമാണ്. വ്രതാനുഷ്ഠാനങ്ങൾക്കിടയിലും ആചാരം പോലെ തൊപ്പി നിർമ്മാണത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ കുടുംബം. ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം KV ബൈജു, റിപ്പോർട്ടർ, കാസർഗോഡ്.